ഇഷ്ടം തോന്നുന്നു ഹരി. ആരോട്? തന്നോട് തന്നെ. ഒരു പുഞ്ചിരിയാൽ ഇന്ദുവിൻ്റെ മറുപടി ഹരിയിൽ ആശ്ചര്യമുണ്ടാക്കി. പെട്ടെന്നിങ്ങനെ തോന്നാൻ? പ്രതീക്ഷിച്ച ചോദ്യമായതുകൊണ്ട് തന്നെ മറുപടി ലളിതമായിരുന്നു. ഇഷ്ടമായതുകൊണ്ട് തന്നെ. ഹരി പതിയെ ഒന്ന് മൂളി. ഹരിയെ എനിക്കിഷ്ടപ്പെട്ടു. കൂടെ അവൻ്റെ മൂളലിൽ അവൾക്ക് ആശങ്കയേറി. അതല്ലടോ, ഒത്തിരി നാളായി ഞാൻ കേൾക്കാൻ കാത്തിരിക്കുന്ന മറുപടിയാണിത്. അപ്പോഴൊക്കെ തൻ്റെ പ്രാരാബ്ധത്തിൻ്റെ കണക്ക് പുസ്തകം തുറന്നു വയ്ക്കും. ഞാനൊരു വിധവയാണ്, തനിക്കൊട്ടും ചേരില്ല, വീട്ടുകാർ ഒട്ടും അക്സെപ്റ്റ് ചെയ്യില്ല, പ്രായമായ അച്ഛനും അമ്മയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്നിങ്ങനെ കേട്ടപ്പോൾ അറിയില്ല ഹരി, താൻ വന്നു ഇഷ്ടം പറഞ്ഞപ്പോൾ എന്തൊക്കെയായാലും ഞാനൊരു വിധവയാണ്, 2 മക്കളുണ്ട്, പ്രായം പോലും തന്നെക്കാൾ 1 വയസ്സിന് മൂത്തതുമാണ്. ഇതാണ് തൻ്റെ പ്രോബ്ലം, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. അതൊന്നും അല്ല എനിക്ക് തന്നോടുള്ളത്. തൻ്റെ കൂടെ നടന്ന് തന്നെക്കുറിച്ചെല്ലാം മനസ്സിലാക്കിയപ്പോൾ അതൊരു സിമ്പതിയുടെ പുറത്തൊന്നും അല്ലാട്ടോ. കൂടുതൽ അറിഞ്ഞപ്പോൾ എന്തോ ഇനിയുള്ള ജീവിതത്തിൽ തന്നെയും കൂടെ കൂട്ടണം എന്നൊരു തോന്നൽ. തന്നെ ദൈവം എനിക്കായി മാറ്റിവെച്ച പോലെ. അതായിരിക്കാം വിവാഹപന്തലിൽ വെച്ച് തന്നെ വിദ്യയുടെ മരണം എനിക്ക് കാണേണ്ടി വന്നത്. ഒരു വരൻ്റെ വേഷം അന്ന് അഴിച്ചു വെച്ചതാണ്. തന്നെ കാണുന്നത് വരെ മറ്റൊരു വിവാഹത്തെപ്പറ്റി ചിന്തിച്ചിട്ട് കൂടിയില്ല. മുറപ്പെണ്ണായതുകൊണ്ട് തന്നെ അവളുടെ മരണം എനിക്കൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണൊരു ട്രാൻസ്ഫർ വാങ്ങി നാട്ടിൽ നിന്ന് തന്നെ ഇങ്ങോട്ട് വന്നത്. തന്നെ കാണുമ്പോൾ വിദ്യയെ ഓർമ്മ വരും. തന്നെപ്പോലെ തന്നെ ഒരു പാവം പെണ്ണ്. മിഴിനീർ തുടച്ചുകൊണ്ട് വിദൂരതയിലേക്ക് നോക്കിയവൻ പറയുമ്പോൾ എന്തോ തൻ്റെ താലിയുടെ അവകാശിയായവനെ ഓർത്തുപോയവൾ. വീട്ടുകാരുടെ ഇഷ്ടത്തോടെ നടത്തിയ വിവാഹം. പ്രായം കൂടുതലായിരുന്നിട്ടും ഗവൺമെൻറ് ജോലിക്കാരനെ കണ്ടപ്പോൾ വീട്ടുകാർക്ക് മറ്റൊന്നും നോക്കണ്ടായിരുന്നു. തൻ്റെ സമ്മതം പോലും ചോദിച്ചില്ല. ഇഷ്ടം എന്നൊക്കെ ഉണ്ടായിരുന്നോ അറിയില്ല. നിർബന്ധങ്ങൾ കുറേ ഉണ്ടായിരുന്നു. അധികം സംസാരമില്ലാതെ 6-7 വർഷം കൂടെ കഴിഞ്ഞു. ഇതിനിടയിൽ 2 മക്കളും. എല്ലാ ആവശ്യങ്ങളും നടത്തി തന്നിരുന്നു. പക്ഷേ സംശയമായിരുന്നു എല്ലാ കാര്യത്തിലും. കൂട്ടിലടച്ച കിളിയെപ്പോലെ വീട്ടിലേക്ക് പോകാനോ കൂട്ടുകാരെ കാണാനോ അനുവാദം ഉണ്ടായിരുന്നില്ല. അഥവാ പോയിരുന്നാലും അന്ന് തന്നെ തിരിച്ചു വരണം. ചിരിക്കാൻ മറന്നുപോയ വർഷങ്ങൾ. ചില സമയത്ത് കുറ്റപ്പെടുത്തലുകൾ ജീവിതം തന്നെ അവസാനിപ്പിച്ചാലോ എന്ന് വരെ തോന്നിയിട്ടുണ്ട്. അന്ന് മോളെ ഹോസ്പിറ്റലിൽ കാണിച്ചു കൊണ്ടുവരുന്ന വഴിയാണ് കൂടെ പഠിച്ച വിശാഖിനെ കണ്ടത്. വാടോ, കേറ്, വീട്ടിലാക്കാം എന്ന് പറഞ്ഞപ്പോൾ മോളെയും എടുത്ത് വെയിലത്ത് നടന്നതിൻ്റെ ക്ഷീണം കാരണമാണ് അവൻ്റെ കാറിൽ കയറിയത് തന്നെ. വീടിന് മുന്നിൽ ഇറങ്ങിയപ്പോൾ തന്നെ കണ്ടു രൗദ്രഭാവത്തിൽ നിൽക്കുന്ന അദ്ദേഹത്തെ. കേറിപ്പൊടി എന്നൊരു അലർച്ചയായിരുന്നു. വിശാഖിനോട് എന്തൊക്കെയോ തട്ടിക്കയറുന്നുണ്ടായിരുന്നു. അന്ന് അദ്ദേഹത്തിൽ നിന്നും പുറത്തേക്ക് വന്ന വാക്കുകൾ കേട്ടാൽ അറപ്പുള്ളതായിരുന്നു. സ്വന്തം കൊച്ചിനെ പോലും മറ്റുള്ളവർക്ക് കാഴ്ചവെക്കാനാണോടി ഉടുത്തൊരുങ്ങി പോയതെന്ന് ചോദിച്ചപ്പോൾ തകർന്നുപോയി. ഒരച്ഛൻ ഇത്രയധികം തരം താഴ്ന്നു പോകുമോ എന്ന് ചിന്തിച്ചപ്പോൾ പിന്നെ ഒന്നും ഓർത്തില്ല. അടുക്കളയിൽ ചെന്ന് കത്തിയെടുത്ത് ഞരമ്പ് മുറിക്കുകയല്ല, അറക്കുകയാണെന്ന് ചെയ്തത്. ചീറ്റിത്തെറിച്ച് വീണ ചോര കൊണ്ട് ചുറ്റും നിറഞ്ഞപ്പോൾ കുഞ്ഞോളുടെ കരച്ചിലാണ് ഞാൻ ചെയ്ത തെറ്റിനെക്കുറിച്ച് ആലോചിപ്പിച്ചത് തന്നെ. ഉടുത്ത സാരിയിൽ തന്നെ കൈ ചുറ്റിക്കെട്ടി അവളെ വാരിക്കൂട്ടിയെടുക്കുമ്പോഴേക്കും ബോധം മറഞ്ഞു വീണുപോയിരുന്നു. ഇന്ദു, പെട്ടെന്നുള്ള ഹരിയുടെ വിളിയാൽ ചുറ്റുമൊന്ന് നോക്കിയപ്പോഴാണ് ഇത്രനേരം ഹരിയെ ചുറ്റിപ്പിടിച്ച് കരയുകയാണെന്ന് മനസ്സിലായത്. ഹരി, ഞാൻ പഴയതൊക്കെ വിതുമ്പലോടെ പറഞ്ഞവളെ തന്നിലേക്ക് ചേർത്ത് നിർത്തിയവൻ. അന്ന് ആ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ എനിക്ക് കൂട്ടായി എൻ്റെ മക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് എപ്പോഴോ അറിഞ്ഞു അദ്ദേഹത്തിൻ്റെ മരണം. നിർജീവമായിരുന്നു മനസ്സപ്പോൾ. പിന്നീട് അങ്ങോട്ട് വാശിയായിരുന്നു ജീവിക്കാൻ. അദ്ദേഹത്തിൻ്റെ വിധവ എന്ന പരിഗണനയിൽ കിട്ടിയ ജോലി പെങ്ങൾക്കായി കൊടുക്കുമ്പോൾ എങ്ങനെയും ഒരു ജോലി നേടിയെടുക്കണം എന്ന ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ. വീട്ടിലിരുന്ന് ചെയ്യുന്ന ജോലികൾ ചെയ്തും ട്യൂഷനെടുത്തും PSC പഠിച്ചും ജോലി നേടുമ്പോൾ ഇനിയൊരു കൂട്ട് വേണമെന്ന് ഒരിക്കലും തോന്നിയിരുന്നില്ല. പക്ഷെ ഹരിയെ പരിചയപ്പെട്ടപ്പോൾ, ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ, നിന്നെയും മക്കളെയും പൊന്നുപോലെ നോക്കാമെന്ന് പറഞ്ഞപ്പോൾ പോലും എതിർത്താണ് നിന്നിരുന്നത്. പക്ഷേ അവൻ്റെ സ്നേഹത്തിന് മുന്നിൽ തോറ്റു നിൽക്കാനേ പറ്റിയുള്ളൂ. കഴിഞ്ഞതൊന്നും ഇനി നമ്മുടെ 2 പേരുടെയും ജീവിതത്തിൽ ഉണ്ടാകരുതെന്തോ. ഇനി നമ്മുടെ മക്കളും മാത്രം മതി. അവർക്ക് വേണ്ടി ജീവിക്കണം നമുക്ക്, അവർക്കായി മാത്രം. അവളുടെ മൂർധാവിൽ ചുംബിച്ചുകൊണ്ടവൻ പറഞ്ഞപ്പോൾ നിറഞ്ഞ കണ്ണുനീരിലും പുഞ്ചിരിച്ചുകൊണ്ട് ആ കരവലയത്തിൽ ഒതുങ്ങിയവൾ. എങ്ങനെയാ ഹരി,
തന്നോട് നന്ദി പറയാം. എൻ്റെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ താൻ ചോദിക്കാതെ തന്നെ നടത്തിത്തരുമ്പോൾ, എൻ്റെ എല്ലാ ദുഃഖത്തിലും സന്തോഷത്തിലും താൻ കൂടെയുള്ളപ്പോൾ, എൻ്റെ മക്കൾക്കൊരച്ഛൻ്റെ സ്നേഹം കൊടുക്കുമ്പോൾ എങ്ങനെയാ തൻ്റെ ഇഷ്ടത്തിൽ ഞാൻ വേണ്ട എന്ന് വയ്ക്കുക? ഇഷ്ടമാണ് ഹരി തന്നെ ഒരുപാട്, എൻ്റെ പ്രാണനേക്കാളേറെ. ഒരുപക്ഷെ ഇന്നീ നിമിഷം ഞാൻ ഈ ലോകം വിട്ടുപോയാലും എൻ്റെ മക്കൾക്ക് താങ്ങായി താൻ ഉണ്ടാകുമെന്ന വിശ്വാസം എനിക്കുണ്ട്. ദേ ഇന്ദു, ഇനി ഇങ്ങനെ വല്ലതും പറഞ്ഞാൽ നമ്മുടെ പിള്ളാരെയും കെട്ടിച്ച് അവരുടെ മക്കളെയും കണ്ടിട്ട് മരണത്തെപ്പറ്റിയൊക്കെ ചിന്തിച്ചാൽ മതിയാകും. ഇപ്പോൾ എൻ്റെ പെണ്ണ് നമ്മുടെ വിവാഹത്തെക്കുറിച്ച് ആലോചിക്ക്. അടുത്ത മുഹൂർത്തത്തിൽ തന്നെ അമ്പലത്തിൽ വെച്ച് താലികെട്ട്, പിന്നെ നമ്മളെല്ലാവരും ചേർന്ന് വീട്ടിലൊരു കുഞ്ഞു സദ്യ. അത്രയും മതി, പോരെ? മതി ഹരി, അത് മതി. അങ്കിളേ, ദൈവം ഏതൂട്ടൻ എൻ്റെ വീടൊക്കെ നശിപ്പിച്ചു. മണൽ കൊണ്ടൊരു വീടുണ്ടാക്കിയത് തട്ടിക്കളഞ്ഞ് ദേഹത്താകെ മണലുമായി ഇപ്പോൾ കരയുമെന്ന രീതിയിൽ നിൽക്കുന്ന വേദൂട്ടനെ കണ്ടപ്പോൾ പക്ഷെ ഇന്ദുവിന് ചിരിയാണ് വന്നത്. അവളുടെ ചിരി അവനിലേക്കും പകർന്നിരുന്നു. അങ്കിളല്ല മോളെ, അച്ഛൻ. ഇനി അങ്ങനെ വിളിച്ചാൽ മതി കേട്ടോ. പുഞ്ചിരിയോടെ ഇന്ദു അത് പറഞ്ഞപ്പോൾ വിശ്വാസം വരാതെ അവർ രണ്ടുപേരും നോക്കി. ശരിക്കും അച്ഛേ? ശരിക്കും. ഇനിയിപ്പോൾ അമ്മ കേൾക്കാതെ വിളിക്കണ്ടല്ലോ അല്ലേ? വാ അച്ഛേ എന്നും പറഞ്ഞ് അയാളെയും കൂട്ടി സന്തോഷത്തോടെ വേദൂട്ടനെ കെട്ടിപ്പിടിച്ച് പൊട്ടിച്ചിരിക്കുമ്പോൾ തന്നെക്കാൾ തൻ്റെ മക്കൾക്ക് ഹരി എത്ര പ്രിയപ്പെട്ടവനാണെന്ന് അവൾ അറിയുകയായിരുന്നു. ഞങ്ങൾ 3 പേരിലുമാണ് അയാളുടെ ജീവനെന്നറിഞ്ഞപ്പോൾ, ആ കരവലയത്തിൽ ഒതുങ്ങാൻ അവളും ആഗ്രഹിച്ചപ്പോൾ, അന്നത്തെ അസ്തമയ സൂര്യൻ്റെ ചുവപ്പിൽ അവളും ചുവന്നിരുന്നു. പഴയ ഓഫീസറുടെ യാത്രയയപ്പിനെടുത്ത ചിത്രത്തിൽ അവൾ കണ്ണോടിച്ചു. ഈ രാത്രിയൊന്ന് വേഗം വെളുത്തെങ്കിൽ. ഹരി, നിന്നെ എത്രമാത്രം ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നറിയോ? ഇഷ്ടമാണെന്ന് പറയുമ്പോൾ നിന്റെ കണ്ണിൽ വിരിയുന്ന ഭാവം എന്താണെന്നറിയുവാൻ കൊതിയാകുന്നു. അവളുടെ മുഖം പരിഭവത്താൽ വിയർത്തു. എഴുതി കൂട്ടിയത് ഒന്നുകൂടെ വായിച്ചു നോക്കി. ഇതായിരിക്കോ നാളെ നടക്കുക? അറിയില്ല ഹരി, നിന്നെ ഞാൻ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. ഇതുവരെയുള്ള തൻ്റെ ജീവിതം മനസ്സിൽ നിറച്ച് നാളെ ഉണ്ടാകുന്ന സുന്ദര നിമിഷത്തെ ഒരു കടലാസിലേക്ക് പകർത്തിയവൾ മക്കളെ ചേർത്ത് കിടക്കുമ്പോൾ ഒരു ആക്സിഡൻറ്റിൻ്റെ രൂപത്തിൽ അങ്ങ് ദൂരെ രക്തം വാർന്ന നിലയിൽ മരണത്തോട് മല്ലടിച്ച് ഹരിയും കിടപ്പുണ്ടായിരുന്നു. അടഞ്ഞ കണ്ണിലും അവൻ്റെ മുന്നിൽ തെളിഞ്ഞത് തുമ്പപ്പൂ പോലെ പരിശുദ്ധമാർന്ന അവളും മക്കളും മാത്രമായിരുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.